യെസ്, അങ്ങനെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്കാണ് നമ്മൾ കലോത്സവം പുരോഗമിക്കുമ്പോൾ ഈ വേദിക്കകത്ത് മാത്രമല്ല കലയും കലാകാരന്മാരും ഒക്കെ ഉള്ളത്. തീർച്ചയായിട്ടും അതെ, വേദിക്കകത്തുള്ള കലാകാരന്മാരെക്കാൾ കൂടുതൽ വേദിക്ക് പുറത്തുള്ള കലാകാരന്മാരാണ്. ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ കലാപ്രതിഭകൾക്ക് സ്വാഗതം. അവിടെ കുടിവെള്ളം വിതരണമൊക്കെ ഉണ്ട്. കുടിവെള്ളം മാത്രമല്ല, നമ്മൾ സാധാരണ രീതിയിൽ കുടിവെള്ളം മാത്രമാണ്, പക്ഷെ ഓറഞ്ച് ഉണ്ട്. ഈ സമയത്ത് ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളത് നമ്മൾ കന്റോൺമെന്റ് എ സി സ്റ്റുവർട്ട് കില്ലർ സാർ നമസ്കാരം. മാത്രമല്ല സാറിനൊപ്പം ഇവിടുത്തെ തിരുവനന്തപുരം സിറ്റിയിലെ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, സുരക്ഷ ഒരുക്കാനും മറ്റുമായിട്ട്. അപ്പോ മഹേഷ് പറഞ്ഞു വരുന്നത് കാക്കിക്കുള്ളിലെ കലാകാരന്മാരെ പറ്റിയാണ്. തീർച്ചയായും ലാത്തി ചാർജ് ചെയ്യാൻ മാത്രമല്ല, താളം പിടിക്കാൻ കൂടി ഉള്ളതാണ്. ഇന്ന് കണ്ടു പാട്ടിന് ലാത്തി കൊണ്ട് താളം പിടിക്കുന്ന ഉദ്യോഗസ്ഥരെ കണ്ടു. സാറേ നമസ്കാരം. എന്നാലും വലിയ തിരക്കിലാണെന്നറിയാം, എന്നാൽ പോലും എങ്ങനെയാണ് ഈ നിമിഷത്തെ ആസ്വദിക്കുന്നത് പോലീസ്? സ്വാഭാവികമായിട്ടും നമ്മൾ ഡ്യൂട്ടി അതിന്റെ ഒരു പൂർണ്ണത ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഭാഗമായി നിന്ന് മാത്രമേ നമുക്ക് ഡ്യൂട്ടി പൂർണ്ണത ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് തന്നെ പോലീസ് എല്ലാ ഉദ്യോഗസ്ഥരും മാനസികമായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞു. ആ രീതി തന്നെയാണ് പോലീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പോ ഞങ്ങൾ ഈ കാക്കിക്കുള്ളിലെ കലാകാരന്മാരെ തെരഞ്ഞിറങ്ങിയതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ കലയൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോ കുറെ പഴയകാല ഓർമ്മകളൊക്കെ ഇപ്പൊ വരുന്നുണ്ടാവും സാറിന്. സ്വാഭാവികമായിട്ട് കലാകാരന്മാരൊക്കെ എന്നോട് ഉണ്ട്. അതെ, എന്റെ അനൂപ് സാറ് എങ്ങനെയാ സ്കൂൾ കാലഘട്ടത്തിലെ കോളേജ് കാലഘട്ടത്തിലൊക്കെ തകർത്താളാണ് ഉണ്ടായിരുന്നു. വേദി കയറിയിട്ടുണ്ട്. ആണോ? ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖി, ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നണിയത്തു തന്നെ നിൽപ്പൂ, ഈ പഴങ്കൂടൊരു ചുമക്കടിയിടറി വീഴാം, വ്രണിതമാം കണ്ഠത്തിൽ ഇന്നു നോവിത്തിരി കുറവുണ്ട്, വളരെ നാൾ കൂടി ഞാൻ നേരിയ നിലാവിന്റെ പിന്നിലെ അനന്തതയിൽ അലിയും ഇരുൾ നീലിമയിൽ. ജഡ്ജായിരുന്നെങ്കിൽ എ ഗ്രേഡ് ഉറപ്പായിരുന്നു. തീർച്ചയായിട്ടും മത്സരവേദിയിൽ ഒന്ന് കേറിയാലോ. അതെ, എന്തായാലും ഒരു വലിയ അനുഭവമാണല്ലോ ഈ ഡ്യൂട്ടിയും. മഞ്ജു മാഡം ഏത് സ്റ്റേഷനിലാണ്? തിരുവനന്തപുരം സിറ്റി. ഓക്കെ, അപ്പൊ മഞ്ജു മാഡത്തിന്റെ ഈ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കലോത്സവം നിൽക്കുമ്പോൾ കുട്ടികളുടെ പാട്ടുകളും ഡാൻസ് ഒക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലത്തെ ഒരു കല ഉണർന്നു വരാറുണ്ട് പൊതുവേ. മഞ്ജു മാഡത്തിന്റെ ഉള്ളിൽ എന്ത് കലയാണ് ഇത് കണ്ടിട്ട് ഉണർന്നത്? കണ്ടിട്ട് ഇന്ന് നമ്മളിപ്പോ ഒന്നും കണ്ടില്ല. അല്ല, മഞ്ജു മാമിന് ഓർമ്മയുണ്ടോ പഴയ സ്കൂൾ കാലഘട്ടത്തിൽ എന്തായിരുന്നു പ്രധാനപ്പെട്ട ഐറ്റം? അങ്ങനെ പ്രത്യേകിച്ച് ഐറ്റം ഒന്നും ഇല്ല. എന്നാലും നമ്മള് സ്കൂളിൽ എല്ലാ പ്രോഗ്രാമിനും നമ്മൾ അത്ര എക്സ്പെർട്ട് ഒന്നും അല്ലെങ്കിൽ എല്ലാ പ്രോഗ്രാമിനും പങ്കെടുക്കും. അപ്പൊ പാട്ട് പാടുമായിരിക്കുമല്ലോ? പാട്ട് പാടില്ല, ഡാൻസ്. പാട്ട് ഇട്ട് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ഡാൻസ് എന്ന് പറഞ്ഞത്. അത് ഗ്രൂപ്പ് ഡാൻസ് എന്നും പറയും. ഈ സമയത്ത് ഒരുപാട് പെൺകുട്ടികളൊക്കെ വരുന്നത്, അവർക്കൊക്കെ സുരക്ഷ ഒരുക്കുക എന്നുള്ളത് ഒരു വലിയ ദൗത്യം കൂടിയാണ്. അതെ, അത് കേരള പോലീസിന് ഒരു വലിയ ദൗത്യമാണല്ലോ. സ്ത്രീകൾക്കും കുട്ടികൾക്കും അപാലവൃദ്ധം ജനങ്ങൾക്കും എല്ലാവർക്കും സുരക്ഷ ഒരുക്കുക എന്നുള്ളത്. ഈ കാക്കിക്കുള്ളിൽ ഇത്ര മനോഹരമായി പാട്ട് പാടാൻ കഴിയുന്ന ആളുകൾ പക്ഷെ നമുക്ക് എല്ലാവരെയും കണ്ടുമുട്ടാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇതിലും എത്രയോ കഴിവുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ കലോത്സവം നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേദിയിലാണെങ്കിലും കലാകാരന്മാരും കലാ ആസ്വാദകരും അത് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ പുറത്തുണ്ട്. അപ്പൊ തേരാപ്പാര തുടരാമല്ലേ? തീർച്ചയായും ഞങ്ങൾ തേരാപ്പാര ഇവിടെ തന്നെ ഉണ്ടാവും. ഒരിക്കൽ കൂടി പറയുന്നു, ലാത്തി വീശാനുള്ളത് മാത്രമല്ല മക്കളെ, ആസ്വദിക്കാൻ താളം പിടിക്കാൻ കൂടിയുള്ളത്. ബൈ ബൈ.